Good afternoon, all. Good afternoon, ma'am. Okay, Mr. Daniel Surtida. Daniel Surtida നോക്കിയോ? നോക്കി ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ ഫീച്ചേഴ്സ് ആണ് അല്ലെ മിസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ഇത് 2 പോയിന്റ് മിസ് എടുത്തു അല്ലെ, കളക്റ്റീവ് എടുത്തു, ഈക്വൽ ബാർഗെയിനിങ് സ്ട്രെങ്ത് എടുത്തു അല്ലെ. എന്താണ് എടുത്തില്ലേ? നെക്സ്റ്റ് മൂന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സവിശേഷത ഫ്ലെക്സിബിൾ ആണ് അല്ലെ. എന്താണ് ഇപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ്, അതായത് അവർ കൂട്ടായ ചർച്ചകൾ അല്ലെങ്കിൽ കൂട്ടായ വിലപേശൽ നടത്തി എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ തീരുമാനങ്ങളില് അവരെടുക്കുന്ന ഒപ്പീനിയൻസിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? ഡിസിഷനുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അല്ലെ. ആണോ? അതിനു വേണ്ടിയിട്ടല്ലേ അവർ കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുന്നത്. മാനേജ്മെന്റ് നമ്മുടെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെ, അല്ലെങ്കിൽ തൊഴിലാളികള് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ തൊഴിലാളികൾക്ക് വേണ്ട നീഡ്സുകളും ഇൻട്രസ്റ്റുകളൊക്കെ എന്താണ് നമ്മുടെ മാനേജ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ എംപ്ലോയേഴ്സിൽ നിന്ന് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് ഫ്ലെക്സിബിൾ. നോക്കാം, സ്റ്റാർട്ട് ചെയ്യാലോ ക്ലാസ്. എല്ലാ ദിവസവും ഇത്രയും പേരുണ്ടാവാറുള്ളോ? ഇത്രയും പേരുണ്ടാവാറുള്ളോ ക്ലാസ്സില്? ഓക്കെ, ഫ്ലെക്സിബിൾ അല്ലെ, വഴക്കമുള്ളതാണ് അല്ലെ. ഇപ്പൊ നോക്കി, കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണോ? കളക്റ്റീവ് ബാർഗെയിനിങ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണ് അല്ലെ. എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ്സും എംപ്ലോയേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ്സും തമ്മിൽ നടത്തുന്ന ചർച്ചകൾ അല്ലെ. അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഇൻ വിച്ച് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് യൂട്ടിലൈസ് their energies so that a solution can be obtained which is acceptable by both the parties. എന്താണ്? രണ്ട് പാർട്ടീസിനും, ബോത്ത് ദ പാർട്ടീസ് അല്ലെ, മാനേജ്മെന്റിനും എംപ്ലോയീസിനും, അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ്സിനും മാനേജ്മെന്റിനും സ്വീകാര്യമായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക്, ഒരു പരിഹാരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി അവരുടെ എനർജീസ് അല്ലെ, അവരുടെ ഊർജം ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. ഓക്കെയാണോ? അവർക്ക് പരസ്പരം ഇരുകൂട്ടർക്കും അല്ലെ, എംപ്ലോയീസിനും എംപ്ലോയേഴ്സിനും രണ്ടുപേർക്കും പരസ്പരം സ്വീകാര്യമാകുന്ന ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി അവരുടെ ഊർജം ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് എങ്ങനെയായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലെ, മൃദുവായിരിക്കണം അല്ലെ, അയവുള്ളതായിരിക്കണം അല്ലെ. രണ്ടുപേരും എന്ത് ചെയ്യണം? പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യണം അല്ലെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കാൻ പറ്റുമോ? ഇല്ല, വിട്ടുവീഴ്ചകൾ നടത്തണം അല്ലെ. എന്നാലാണ് നമുക്ക് എന്താണ് ആ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് പ്രോസസ്സ് സ്മൂത്ത് ആയി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലെ. ആണോ? അപ്പൊ എന്താണ് ഇൻഫ്ലെക്സിബിലിറ്റി ഓർ റിജിഡിറ്റി? റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ കാഠിന്യം, അങ്ങോട്ടും പരസ്പരം ഒന്നും എന്താണ് കോംപ്രമൈസ് ചെയ്യാത്ത ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇൻഫ്ലെക്സിബിലിറ്റി ഓർ റിജിഡിറ്റി ഓഫ് തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഷുഡ് ബി അവോയ്ഡഡ് ഫോർ എ സ്മൂത്ത് ബാർഗെയിനിങ് പ്രോസസ്. എന്താണ്? ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സുഗമമായ ഒരു ബാർഗെയിനിങ് പ്രോസസ്സിന് അവരെന്ത് ചെയ്യണം? അവരുടെ ഐഡിയാസും തോട്ട്സുകളും എങ്ങനെയായിരിക്കരുത്? ഇൻഫ്ലെക്സിബിലിറ്റി, റിജിഡിറ്റി അങ്ങനെ ആയിരിക്കരുത് അല്ലെ. എന്താണ്? ഫ്ലെക്സിബിലിറ്റി ഉള്ളതും എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള തോട്ട്സുകളും ഐഡിയാസ് വേണം അവര് നിലനിർത്തേണ്ടത്. ഓക്കെ ആണോ?
അപ്പൊ സുഗമമായിട്ടുള്ള ഒരു ബാർഗെയിനിങ് പ്രോസസ്സിന് ചിന്തകളുടെയും ആശയങ്ങളുടെയും ഇൻഫ്ലെക്സിബിലിറ്റിയും റിജിഡിറ്റിയും ഒഴിവാക്കുക. നെക്സ്റ്റ് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് ഇസ് എ ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് അല്ലെ? ആണോ? ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ആണ് അല്ലെ? കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ് അല്ലെ? പരസ്പരം അങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട് അല്ലെ? രണ്ടുപേർക്കും ബെനിഫിറ്റ്സ് ആകുന്ന ഒരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിച്ചേരുന്നത് അല്ലെ? അപ്പൊ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ആണ് അല്ലെ? കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയാണ്. where the concerned parties arrive at a solution by exchanging their diverse views അല്ലെ? എന്താണ് അവിടെ ബന്ധപ്പെട്ട കക്ഷികൾ അവരുടെ വൈവിധ്യമാർന്നിട്ടുള്ള arrive at a solution അവരുടെ വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകൾ കൈമാറി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പരിഹാരത്തിലേക്ക് എത്തിച്ചേറാണ് അല്ലെ? ആണോ? അങ്ങോട്ടും ഐഡിയാസും തോട്ട്സുകളും ഡിസിഷനുകളും അല്ലെ? അപ്പൊ അങ്ങോട്ടും പരസ്പരം കൈമാറി അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കുന്ന ഒരു പരിഹാരത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. ഓക്കെയാണോ? അവിടെ ബന്ധപ്പെട്ട കക്ഷികള് ആരൊക്കെയാണ് അവിടെ ബന്ധപ്പെട്ട കക്ഷികൾ എന്ന് പറയുന്നത്? മാനേജ്മെന്റും എംപ്ലോയീസും അല്ലെ? അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ റെപ്രസെന്റേറ്റീവ്സും മാനേജ്മെന്റ് അല്ലെ? അപ്പൊ ആ ഒരു ബന്ധപ്പെട്ട കക്ഷികള് എന്താണ്? അവരുടെ വൈവിധ്യമാർന്നിട്ടുള്ള ഡൈവേഴ്സ് വ്യൂസ് അല്ലെ? അവരുടെ വൈവിധ്യമാർന്നിട്ടുള്ള കാഴ്ചപ്പാടുകൾ അങ്ങോട്ടും പരസ്പരം കൈമാറി അവർ എന്തിലേക്ക് എത്തിച്ചേരുന്നു? ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നു. ഓക്കെയാണോ? This is a distinctive characteristics of collective bargaining. ഇതെന്താണ്? കൂട്ടായ വിലപേശലിന്റെ ഒരു പ്രത്യേക സ്വഭാവ സവിശേഷതയാണ് ഈ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് വോളണ്ടറി അല്ലെ? എന്താണ്? അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവരെടുക്കുന്ന ഡിസിഷനുകൾ പരസ്പരം അല്ലെ? വോളണ്ടറി സ്വമേധയാണ് അംഗീകരിക്കുന്നത്. അതാരെങ്കിലും ഫോഴ്സ് ചെയ്യേ അവരെ എന്താണ് കെട്ടിച്ചമർത്തുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ? അവരെ ഡിസ്കഷൻ നടത്തി അല്ലെ? നെഗോഷിയേഷൻസ് നടത്തി ഐഡിയാസ് തോട്ട്സുകൾ പരസ്പരം കൈമാറി അവർ തന്നെയാണ് അല്ലെ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. ആണോ? ആണ് അല്ലെ? അപ്പൊ എന്താണ്? വോളണ്ടറി അല്ലെ? സ്വമേധയാണ് അവർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. ബോത്ത് ദ പാർട്ടീസ് കേട്ടോ, രണ്ട് പാർട്ടീസ്. അപ്പൊ the act of coming together with workers and management cannot അവിടെ and ഉണ്ട് കേട്ടോ. workers and management cannot be forced or imposed upon anyone അല്ലെ? എന്താണ്? നമ്മുടെ തൊഴിലാളികളും മാനേജ്മെന്റും ഒത്തുചേർന്നെടുക്കുന്ന ആ ഒരു തീരുമാനങ്ങള് എന്താണ്? ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്നില്ല അല്ലെ? രണ്ടുപേരും വോളണ്ടറി സ്വമേധയാണ് ആ ഒരു ഡിസിഷനുകള് അംഗീകരിക്കുന്നത്. Both the parties volunteer to have productive dialogue on various troubling issues അല്ലെ? എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടുപേരും എന്താണ്? സ്വമേധയ അവർ ആ ഒരു എന്താണ് വേരിയസ് ട്രബിളിംഗ് ഇഷ്യൂസ് വേരിയസ് ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങൾക്ക് എന്താണ്? പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് രണ്ടുപേരും എന്താണ്? സ്വമേധയ എത്തിച്ചേരുന്നു അല്ലെ? നെഗോസിയേഷനിലൂടെ എന്താണ്? നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ രണ്ടുപേരും എത്തിച്ചേരുന്നു. ഓക്കെയാണോ? പ്രൊഡക്റ്റീവ് ഡയലോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് സൊല്യൂഷൻ ആണ് കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വേരിയസ് ട്രബിളിംഗ് ഇഷ്യൂസ് അല്ലെ? അവിടെ അവിടുത്തെ ആ ഒരു വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ എന്താണ്? അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് അവർ സ്വമേധയാ എത്തിച്ചേരുന്നു. ഓക്കെയാണോ? Views of each other are scrutinized extensively to find an agreeable solution. എന്താണ്? യോജിക്കാവുന്ന
ഒരു പരിഹാരം രണ്ടുപേർക്കും അനുയോജ്യമായിട്ടുള്ള, രണ്ടുപേർക്കും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പരിഹാരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പരസ്പരം അഭിപ്രായങ്ങളെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നു, അല്ലെ, പരിശോധിക്കുന്നു. Hence collective bargaining is a voluntary process. അതുകൊണ്ട് തന്നെ നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ് എങ്ങനെയാണ്? ഒരു സ്വമേധയായുള്ള, അല്ലെ, വോളണ്ടറി ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ക്ലിയർ ആണോ? സിമ്പിൾ ആണ്. നമുക്കറിയാം കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചർച്ചകളും ഒക്കെ എടുത്തുകൊണ്ട് ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാണ്, അല്ലെ. നെക്സ്റ്റ് പറയുന്നത് കണ്ടിന്യൂസ്. എന്താണ് ഇത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണോ? തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്, അല്ലെ. പല സമയത്തും പല ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെ. നമ്മൾ അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുന്നുണ്ടോ? ചിലപ്പോ ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു ചർച്ചകൾ നടത്തിയാൽ നമുക്ക് അത് പരിഹരിക്കാൻ സാധിക്കുമോ? ആ ഒരു ഇഷ്യൂസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കില്ല, അല്ലെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 1, 2, 3, 4 തവണ എന്ത് ചെയ്യാറുണ്ട്? ചർച്ചകൾ നടത്താറുണ്ട്, അല്ലെ. ഡിസ്കഷൻസ് നടത്താറുണ്ടോ? ഉണ്ട്. അപ്പൊ ഇതെന്താണ്? collective continuous, like collective bargaining is not a one time process. Collective bargaining എന്ന് പറയുന്നത് ഒരു one time ഒറ്റത്തവണ നടത്തുന്ന ഒരു പ്രോസസ് അല്ല, which begins with the negotiation and end with the agreement. എന്താണ് നെഗോഷിയേഷൻ, അല്ലെ, ചർച്ചകളിൽ ആരംഭിച്ചിട്ട് ഇത് എത്തിച്ചേരുന്നു, അവസാനം എഗ്രിമെന്റിലേക്ക്, കരാറിലേക്ക് എത്തിച്ചേരുന്നു. ഇറ്റ് ഈസ് ആൻ ഓൺഗോയിങ് ആൻഡ് കണ്ടിന്യൂസ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതെന്താണ്? തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ്. when two parties agrees on a matter, it is just the starting of collective bargaining. എന്താണ്? രണ്ട് പാർട്ടീസും എന്താണ് ഒരു വിഷയത്തിൽ യോജിക്കുമ്പോൾ അതെന്താണ്? കൂട്ടായ വിലപേശലിന്റെ ഒരു തുടക്കം മാത്രമാണ്, അല്ലെ. when two parties agree on a matter, രണ്ടുപേരും ഒരു കാര്യത്തിന് യോജിക്കുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഒരു ജസ്റ്റ് സ്റ്റാർട്ടിംഗ്, അല്ലെ, തുടക്കം മാത്രമാണ് ആരംഭിക്കുന്നത്. ദിസ് അഗ്രിമെന്റ് ഹാസ് ടു ബി ഇംപ്ലിമെന്റഡ് ഇൻ എ കണ്ടിന്യൂസ് മാനർ ആൻഡ് ഫർദർ നെഗോഷിയേഷൻസ് should be initiated, അല്ലെ. ഈ കരാർ തുടർച്ചയായ രീതിയിൽ നടപ്പിലാക്കുമ്പോൾ എന്താണ്? ഇവര് കൂടുതൽ ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? ഈ കരാറ് അവരിപ്പോ എന്ത് നെഗോഷിയേഷൻസ് നടത്തി ഒരു കരാറിലേക്ക് എത്തിച്ചേർന്നൊക്കെയാണ്, അല്ലെ. അപ്പൊ ആ ഒരു കരാറ് നടപ്പിലാക്കുന്ന സമയത്ത് എന്താണ്? അതുമായി ബന്ധപ്പെട്ട് വീണ്ടും അവർ എന്ത് ചെയ്യുന്നുണ്ട്? നെഗോഷിയേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അതിന്റെ ടേംസുമായി ബന്ധപ്പെട്ട, പോളിസികളുമായി ബന്ധപ്പെട്ട്, അല്ലെ, അത് നടപ്പിലാക്കുന്ന രീതികളുമായി ബന്ധപ്പെട്ട് എന്ത് അവർ ചർച്ചകൾ വീണ്ടും നടത്താറില്ലേ? ആണോ? ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാലറി ഇൻക്രിമെന്റ് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെന്റുമായിട്ട് ഒരു കരാറിൽ ഒരു നെഗോഷിയേഷൻസ് നടത്തി. നെഗോഷിയേഷന് കളക്റ്റീവ് ബാർഗൈനിങ് നടത്തി. ക്ലിയർ ആണോ? അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നുണ്ട്? കളക്റ്റീവ് ബാർഗൈനിങ് നടത്തിയിട്ട് അവർ ആ ഒരു എന്താണ് ഇൻക്രിമെന്റ്, അല്ലെ, സാലറി ഇൻക്രിമെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞൊരു കരാറിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ വീണ്ടും അവരെന്ത് ചെയ്യണം? ചർച്ചകൾ നടത്തണം, അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഓരോ കമ്പനിയിലും ഓരോ സെക്ഷനിലും സ്റ്റാഫുകൾ വരുന്നുണ്ട്, അല്ലെ. ഡിഫറെന്റ് കാറ്റഗറിയിൽ പെടുന്ന സ്റ്റാഫുകൾ ഉണ്ട്, അല്ലെ. ആണോ? ഡിഫറെന്റ് പൊസിഷനിൽ വരുന്ന സ്റ്റാഫുകൾ ഉണ്ട്, ആണോ? പറയേ. അപ്പൊ ഇവരൊക്കെ ആയിട്ട് ഈ ചർച്ച ഇവര് തുടരണ്ടേ? ഓരോ സെക്ഷനിലും സ്റ്റാഫുകൾക്ക് എത്ര വീതം, അല്ലെ, എത്ര സാലറി ഇൻക്രിമെന്റ് ചെയ്യാം, അല്ലെ. ആണോ? അപ്പൊ അവരെന്താണ്? ആ ഒരു
ചർച്ച എന്താണ്, ഒരു കരാറിൽ എത്തിച്ചേരുമ്പോൾ ആ ഒരു കരാറ് നടപ്പിലാക്കുന്നതിന് വേണ്ടി എന്താണ്, അതുമായി അനുബന്ധിച്ച് അവരെന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതായി വരുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഒന്നുകൂടെ പറയണം. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ് നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. കളക്റ്റീവ് ബാർഗൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ നടത്തുന്ന ഒരു പ്രക്രിയയാണോ? അല്ല അല്ലെ. ചിലപ്പോ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് അവരെന്താണ് 1, 2, 3, 4 തവണ അവരെന്ത് ചെയ്യേണ്ടി വരും, ചർച്ചകൾ നടത്തേണ്ടി വരും അല്ലെ, വിലപേശേണ്ടി വരും അല്ലെ. അപ്പൊ എന്താണ്, ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇതെന്താണ്, നെഗോഷിയേഷൻ അല്ലെ, ചർച്ചകളിൽ തുടങ്ങി എവിടെ അവസാനിക്കുന്നു, കരാറില് അവസാനിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഇതെന്താണ്, തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എന്താണ്, രണ്ടുപേർക്കും ഒരു വിഷയത്തില് ഇപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, ചർച്ചകൾ നടത്തി അല്ലെ, ഡിസ്കഷൻസ് ഒക്കെ നടത്തി അവരെന്ത് ചെയ്യുന്നുണ്ട്, രണ്ടുപേർക്കും ഒരുപോലെ യോജിക്കാവുന്ന, ഇരു കൂട്ടർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു കരാറിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ എന്താണ്, ഒരു കളക്റ്റീവ് ബാർഗൈനിങ് സ്റ്റാർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഈ കരാറ് നടപ്പിലാക്കുന്നതിന് വേണ്ടി അപ്പൊ അവരെന്താ ജസ്റ്റ് എന്താണ്, ഒരു നെഗോഷിയേഷൻസ് ഒക്കെ നടത്തി ഒരു കരാറിലേക്ക് എത്തിച്ചേർന്നു അല്ലെ, ഇന്ന രീതിയിൽ നിങ്ങൾക്ക് ഇൻക്രിമെന്റ് തരാം എന്ന ആ ഒരു കരാറിലേക്ക് എത്തിച്ചേർന്നാൽ ആ ഒരു കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യേണ്ടി വരും, വീണ്ടും ചർച്ചകൾ നടത്തേണ്ടി വരും അല്ലെ, കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതായും വരുന്നു. ഓക്കെ ആണോ? ഇപ്പൊ മിസ് പറഞ്ഞു, ഒരു കമ്പനിയില് സാലറി ഇൻക്രിമെന്റ് കൊടുക്കണം. ഇൻക്രിമെന്റ് കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ ഇൻക്രിമെന്റ് കൊടുക്കോ? താഴെ തട്ടിലുള്ള സ്റ്റാഫുകൾക്കും എന്താണ്, ഇല്ല അല്ലെ. അപ്പൊ അവര് ചെയ്യുന്നുണ്ട്, ഈ ഓരോ ഗ്രൂപ്പുകളുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടോ? ഒന്നിച്ച് പറയുന്നുണ്ട് അല്ലെ, നിങ്ങൾക്ക് സാലറി ഇൻക്രിമെന്റ് തരാം അല്ലെ. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, മാനേജേഴ്സുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് അല്ലെ, താഴേക്കിടയിലുള്ള സ്റ്റാഫുകളുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു കരാറിലേക്ക് എത്തിച്ചേർന്നാൽ തന്നെ ആ കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ചർച്ചകൾ നടത്തുന്നില്ലേ? അതാണ് അവിടെ പറയുന്നത്. ഓക്കെ ആയോ അമ്മു? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഡൈനാമിക് ആണ് അല്ലെ, ചലനാത്മകമാണ് നമ്മുടെ collective bargaining. The process of collective bargaining itself is a dynamic one. അല്ലെ, എന്താണ് നമ്മുടെ collective bargaining എന്ന് പറയുന്നത് പ്രക്രിയ ഒരു ചലനാത്മകമാണ്, ഡൈനാമിക് ആയിട്ടുള്ള ഒന്നാണ്. As the concept undergoes a lot of changes and develops over time. അല്ലെ, എന്താണ് കാരണം, ഈ ആശയം, ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ള ആശയം എന്ത് ചെയ്യുന്നുണ്ട്, കാലക്രമേണ അല്ലെ, നമുക്കറിയാം ഓരോ കാര്യങ്ങളും ഓരോ വർഷം ചെല്ലുന്തോറും അല്ലെ കൂടുതൽ എന്താണ് വികസിക്കുകയും ചേഞ്ചസ് വരുത്തുകയും ചെയ്യുന്നുണ്ട് അവര് അല്ലേ? ആണോ? ആണല്ലേ. അപ്പൊ എന്താണ് ഈ ഒരു കൺസെപ്റ്റില്, കളക്റ്റീവ് ബാർഗൈനിങ് എന്നുള്ള കൺസെപ്റ്റില് എന്ത് വരുന്നുണ്ട്, കാലക്രമേണ ഒരുപാട് ചേഞ്ചസും ഒരുപാട് വികസനങ്ങളും വരുന്നുണ്ട്. നെക്സ്റ്റ്, there are several changes in the manner agreements arrive, their implementation process and the cognitive abilities of the parties. അല്ലെ, എന്താണ് ഈ രണ്ട് പാർട്ടികളും അവരുടെ ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് വഴി അവരെടുക്കുന്ന തീരുമാനങ്ങള് എന്താണ്, അത് നടപ്പിലാക്കുന്ന രീതിയിലും അത് എഗ്രിമെന്റിൽ എത്തിച്ചേരുന്ന രീതികളിലും അവരെ ആ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റീസ് അല്ലെ, അവരുടെ ആ ഒരു കഴിവുകള് പ്രാവർത്തികമാക്കുന്ന രീതിയിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെ. പണ്ടുള്ള പോലെയാണോ ഇന്ന്?
പണ്ട് ചിലപ്പോ എന്താണ് അവിടുത്തെ ആ ഒരു മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുക്കും, അത് എംപ്ലോയീസിന്റെ ഇടയിൽ പ്രാവർത്തികമാക്കും അല്ലെ? ആണോ? ജസ്റ്റ് ഒരു ഇതുപോലെ കളക്റ്റീവ് ബാർഗെയിനിങ് നമുക്ക് ചർച്ച നടത്താമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു കൂട്ടി എന്താണ് മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുക്കും, അത് എംപ്ലോയീസിന്റെ ഇടയിൽ നടപ്പിലാക്കും. പിന്നെ അത് ചേഞ്ചസ് വന്നു അല്ലെ? ഇപ്പൊ എന്താണ് ഈ ഓരോ പ്രശ്നങ്ങൾക്കെതിരെയും അല്ലെ, ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് തന്നെ റൂൾസുകളും റെഗുലേഷൻസും വന്നിട്ടുണ്ട് അല്ലെ? ഓരോ സെക്ടേഴ്സിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഇത്ര സാലറി കൊടുക്കണം, മിനിമം ഇത്ര സാലറി വേജസ് കൊടുക്കണം, അവർക്ക് ഇന്ന തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ കൊടുക്കണം എന്നുള്ള ഒരുപാട് റൂൾസും റെഗുലേഷൻസും വന്നിട്ടുണ്ട് അല്ലെ? ആണോ? ആണോ? ആണ് അല്ലെ? അപ്പൊ ഇതിൽ ചേഞ്ചസ് വരെയല്ലേ ചെയ്യുന്നത്. അപ്പൊ ആ റൂൾസിനും റെഗുലേഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുന്നത് അല്ലെ? എംപ്ലോയീസ് മാനേജ്മെന്റ് ഒക്കെ. ആണോ? ആണ്. അപ്പൊ ആ ഒരു എന്താണ് അഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു രീതിയിലും ആ ഒരു അഗ്രിമെന്റ് അവര് നടപ്പിലാക്കുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിലും അവിടെ എബിലിറ്റീസ് അല്ലെ, രണ്ട് പാർട്ടികളുടെയും ആ ഒരു എബിലിറ്റീസ് കഴിവുകള് നടപ്പിലാക്കുന്ന രീതിയിലും എന്ത് വന്നിട്ടുണ്ട്? ഒരുപാട് ചേഞ്ചസ്, സെവറൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ എന്താണ് എംപ്ലോയീസിന്റെ ആവശ്യങ്ങളും അവരുടെ ഇൻട്രസ്റ്റുകളും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നില്ലേ? അവരോട് ചോദിക്കുന്നുണ്ട് അല്ലെ? അവരെ താല്പര്യങ്ങൾക്ക് മാനേജ്മെന്റ് വില നൽകുന്നില്ലേ? അതൊരു ചേഞ്ച് അല്ലേ? പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് അല്ലേ ഇത്? ആണോ? എല്ലായിടത്തും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ആണോ? പിന്നെ എന്തുണ്ട്? ട്രേഡ് യൂണിയൻസ് ഉണ്ട് അല്ലെ? എംപ്ലോയീസിന്റെ എന്താണ് താല്പര്യങ്ങളും നീഡ്സുകളും സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തുണ്ട്? അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് ട്രേഡ് യൂണിയൻസ് ഉണ്ട് അല്ലെ? ബാർഗെയിനിങ് നടത്താനായിട്ട് മാനേജ്മെന്റിനോട് ഈക്വൽ സ്ട്രെങ്ത്തിൽ വിലപേശാനായിട്ട് ട്രേഡ് യൂണിയൻസ് ഉണ്ട്. ഇതൊക്കെ മാറ്റല്ലേ? പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ വന്നിരിക്കുന്ന മാറ്റല്ലേ ഇതൊക്കെ? എന്താണ് ആരൊന്നും മിണ്ടാത്തെ? മനസ്സിലാകുന്നില്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് these rapid changes are responsible for making the process dynamic and evolved one അല്ലെ? ഈ ദ്രുതമാറ്റങ്ങൾ ഇങ്ങനെയുള്ള ആ ഒരു ചേഞ്ചസ് എന്താണ് ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ള ആ ഒരു പ്രക്രിയയെ ചലനാത്മകവും വികസിതമാക്കുന്നതിന് കാരണമാകുന്നു. ഓക്കെയാണോ? അവര് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു അഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ അവരുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന രീതിയിൽ വരുന്ന ഈ ഒരു ചേഞ്ചസ് നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ് എന്നുള്ള ആ ഒരു പ്രക്രിയയെ കൂടുതൽ ചലനാത്മകവും പിന്നെന്താണ് വികസിതമാക്കുന്നതിന് കാരണമാകുന്നു. നെക്സ്റ്റ് പറയുന്നത് പവർ റിലേഷൻഷിപ്പ് അല്ലെ? എന്താണ്? The workers and management share a relationship in which both want to extract the maximum from each other അല്ലെ? By offering the least. എന്താണ്? കുറച്ച് ഓഫർ ചെയ്തിട്ട് അവർക്ക് എന്താണ് മാക്സിമം കൊടുക്കുക അല്ലെ? ആണോ? ഇപ്പൊ നമ്മ ചിലപ്പോ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ സമയത്ത് നമ്മുടെ തൊഴിലാളികൾ പറയുന്നത് അവർക്കൊരു മാസം അവർക്ക് 4000 രൂപ ഇൻക്രിമെന്റ് ചെയ്യണമെന്ന രീതിയിലായിട്ട് അവർ വാദിക്കുന്നത് അല്ലേ? ആണോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. 4000 രൂപ അവർക്ക് ഇൻക്രിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞായിരിക്കും അവർക്ക് കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുന്നത്. അറ്റ് ദ എൻഡ് ആ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ എൻഡ് ചിലപ്പോൾ എത്രയായിരിക്കും? ആ 4000 തന്നെ അവർക്ക് ഇൻക്രീസ് ചെയ്യോ മാനേജ്മെന്റ്? ചിലപ്പോ ഒരു 2000 ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും അല്ലെ ആ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് അവസാനിപ്പിക്കുന്നത്. ആണോ? വിട്ടുവീഴ്ചകൾ ചെയ്യല്ലേ? രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്യും അല്ലേ? അതെന്താണ്? ഒരു നല്ല റിലേഷൻഷിപ്പ് അവിടെ കൊണ്ടുവരില്ല ചെയ്യുന്നത് നമ്മുടെ മാനേജ്മെന്റിന്റെയും വർക്കേഴ്സിന്റെയും ഇടയിലാണ്.
ആണോ? ആണല്ലേ? അപ്പൊ എന്താണ് അതിൽ പറയുന്നത്? The workers and management share a relationship in which both wants to extract the maximum from each other by offering the least. അല്ലെ? എന്താണ്? അവർ തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് അല്ലെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നിലപാടുകളിൽ നിന്ന് പിന്മാറി അവരുടെ ആവശ്യങ്ങളെക്കാൾ കുറവ് സ്വീകരിക്കുക അല്ലെ? ഇപ്പൊ മിസ് പറഞ്ഞു എന്താണ്? 4000 അവര് ചോദിച്ചിട്ട് അവർക്ക് എത്ര കിട്ടി? 2000 ആണല്ലേ കിട്ടിയത് അല്ലെ? അപ്പൊ അവരുടെ ആവശ്യങ്ങളെക്കാൾ കുറവ് സ്വീകരിക്കുകയും എന്താണ്? തുടക്കത്തിൽ വാഗ്ദാനം ചെയ്തതിനേക്കാൾ അവരെന്താണ്? കൂടുതൽ നൽകുകയും ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് എന്തിലെത്താൻ സാധിക്കുള്ളൂ? ഒരു സമവായത്തിലേക്ക് അല്ലെ? ഒരു റിലേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ആണോ? ഇപ്പൊ ചിലപ്പോ എന്താണ്? നമ്മുടെ എംപ്ലോയീസ് 4000 ചോദിക്കുമ്പോൾ നമ്മുടെ എംപ്ലോയർ എത്രയായിരിക്കും പറഞ്ഞ? തുടക്കത്തിൽ 1000 രൂപയായിരിക്കും ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ചർച്ചകൾ നടത്തി അങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്ത് രണ്ടുപേരും എന്താവും? ചിലപ്പോ എംപ്ലോയേഴ്സ് എന്ത് ചെയ്യും? 1000 രൂപ കൂടുതൽ പറയും അല്ലേ? 2000 പറയും. അപ്പൊ എന്ത് ചെയ്തു? ആ ചർച്ച അവിടെ അവസാനിച്ചില്ലേ? ആണോ? പറയ്, മനസ്സിലായോ? അപ്പൊ എന്താ പറയുന്നത്? അവർ തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്മാറണം അല്ലെ? രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? അവർ ആദ്യം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെയാണോ ഉറച്ചു നിന്നിരിക്കുന്നത്? അല്ല അല്ലെ? അതിൽ നിന്ന് പിന്മാറി അല്ലേ? നമ്മുടെ എംപ്ലോയേഴ്സ് 1000 പറഞ്ഞു, എംപ്ലോയീസ് 4000 പറഞ്ഞു. അതിൽ തന്നെയാണ് അവര് ഉറച്ചു നിന്നത്? അല്ല, അതിൽ നിന്ന് വ്യത്യാസങ്ങൾ വരുത്തി അല്ലേ? അതേപോലെ എന്താണ്? അവര് എന്ത് ചെയ്ത്? നമ്മുടെ എംപ്ലോയീസ് തുടക്കത്തിൽ വാഗ്ദാനം ചെയ്തതിൽ നിന്ന് എന്ത് ചെയ്ത്? കുറച്ചു കൊടുത്തു അല്ലെ? 4000 പറഞ്ഞതിൽ നിന്ന് 2000 ആക്കി കൊടുത്തോ? അതേപോലെ എംപ്ലോയർ എന്ത് ചെയ്ത? തൊഴിലുടമ 1000 പറഞ്ഞതിൽ നിന്ന് കൂട്ടിക്കൊടുത്തു അല്ലെ? 1000 രൂപ കൂട്ടിക്കൊടുത്തു. അപ്പോഴല്ലേ അവരുടെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ, കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ഓക്കെ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ഇതൊക്കെയാണോ? However, a consensus can only be reached when they draw back from their position and accept less than their demands and give more than what is offered initially. എന്താണ് മിസ് പറഞ്ഞ പോലെ? എന്താണ് ഈ ഒരു however എന്നിരുന്നാലും അവരെന്ത് ചെയ്യാണ്? അവർ പറഞ്ഞതിൽ നിന്ന്, അവരുടെ പൊസിഷനിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെ? പിന്നെ എന്താ? കൂടുതൽ കൊടുക്കുകയും എന്താണ്? അവര് ഇതാക്കിയതിൽ നിന്ന് ലെസ് അല്ലെ? അവര് ചോദിച്ചതിൽ നിന്ന് കുറച്ചും കൊടുത്തിട്ടുണ്ട്. അക്സെപ്റ്റ് ലെസ് ദെയർ ഡിമാൻഡ്സ്. അവർ ഡിമാൻഡ് ചെയ്തതിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്? 4000 ഡിമാൻഡ് ചെയ്തതിൽ നിന്ന് 2000 കുറച്ചു കൊടുത്തു അല്ലെ? ലെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗിവ് മോർ ദാൻ വാട്ട് ഈസ് ഓഫേർഡ് ഇനീഷ്യലി അല്ലെ? ലാസ്റ്റ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാണ് അല്ലെ? ആണോ? ഓക്കെ ആണോ? അത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയ മക്കളെ. ഇപ്പൊ വേറെ എന്തെങ്കിലും രീതിയിൽ കമ്പയർ ചെയ്ത് നോക്കിയ ഇപ്പൊ സാലറി ഇൻക്രിമെന്റ് ഇപ്പൊ നമ്മ മിക്ക കമ്പനികളിലും ഇയർ എൻഡ് ആവുമ്പോ എന്ത് ചോദിക്കാറുണ്ട്? അവര് സാലറി ഇൻക്രിമെന്റ് ചോദിക്കാറുണ്ട് അല്ലെ? ആണോ? ഇല്ലേ? ഓരോ വർഷം കഴിയുമ്പോഴും സാലറി ഇൻക്രിമെന്റ് ചോദിക്കാറില്ലേ? അപ്പൊ അവരെന്താണ്? എക്സെപ്റ്റ് ചെയ്യുന്നതിൽ കൂടുതലായിരിക്കും അല്ലെ ചോദിക്കുന്നത്? ആണോ? അവർ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലായിരിക്കും ചോദിക്കുന്നത്. ആണോ? നിങ്ങൾ വർക്ക് ചെയ്തിട്ടില്ലേ? ആണോ? എന്നിട്ട് എന്ത് ചെയ്യും? അതിൽ കുറച്ച് കൊടുക്കും അല്ലെ? മാനേജർ നമ്മുടെ എംപ്ലോയേഴ്സ് എന്ത് ചെയ്യും? അവര് ചോദിക്കുന്നതിൽ കുറച്ചല്ലേ കൊടുത്ത് ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പൊ എന്താണ് അതിൽ പറയുന്നത്?
ആ ഒരു നെഗോഷിയേഷൻസിൽ എന്താണ് അവരുടെ ആ ഒരു പൊസിഷനിൽ കൂടുതൽ ചോദിച്ച് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ഡിമാൻഡ്സുകളിൽ നിന്ന് കുറവാണ് അല്ലെ അവർ നേടുന്നത്, എക്സെപ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഇനീഷ്യലി അവരെന്ത് ചെയ്യുന്നുണ്ട്, അവര് ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നു. നെക്സ്റ്റ് പറയുന്നത് this helps management to hold on its power and control workplace matters. എന്താണ് അപ്പൊ ഇങ്ങനെ എന്താണ് ആ ഒരു മാനേജ്മെന്റ് അവരുടെ ആ ഒരു ഡിമാൻഡ്സുകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവർ ഹോൾഡ് ചെയ്ത് അല്ലെ നിലനിർത്തി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വർക്ക് പ്ലേസിലെ പ്രശ്നങ്ങൾ അവര് കൺട്രോൾ ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. ഓക്കെയാണോ? ഇപ്പൊ ലാസ്റ്റ് ശരിക്കും മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയേഴ്സ് പറയുന്ന ആ ഒരു ഡിസിഷനിലേക്കാണ് അല്ലെ നമ്മ എത്തിച്ചേരുന്നത്. ആണോ? അവരവരുടെ പവർ അവിടെ നിലനിർത്താണോ ചെയ്യുന്നത്? 2000 സ്മിത മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയോ? എൽസൊക്കെ കയറിയിട്ടുണ്ടല്ലോ. അവരെന്ത് ചെയ്യാണ്, അവരുടെ ആ ഒരു ഡിമാൻഡിലേക്ക് അവര് ഇത്ര തരുള്ളൂ എന്നും പറഞ്ഞ് അതിലേക്കാണ് അല്ലെ നമ്മുടെ എംപ്ലോയീസിനെ എത്തി നിർത്തിയത് അല്ലെ. 2000 തരുള്ളൂ, 1000 പറഞ്ഞു, പിന്നെ അതില് 1000 കൂടി കൂടുതൽ ഓഫർ ചെയ്തു, എംപ്ലോയീസിന് അങ്ങോട്ടല്ലേ എത്തിച്ചേർന്നത് അല്ലേ. എംപ്ലോയീസ് ആ ഒരു 2000-ത്തിലേക്ക് എത്തിച്ചേർന്നു അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്, അവരുടെ ആ ഒരു പവർ അവർ നിലനിർത്താണോ ചെയ്യുന്നത്? ആണ് അല്ലെ. അപ്പൊ നെക്സ്റ്റ് പറയുന്നത് this helps management to hold on to its power and control on workplace matters അല്ലെ. ഇതെന്താണ്, മാനേജ്മെന്റിനെ അവരുടെ ആ ഒരു പവർ ഹോൾഡ് ചെയ്യാനും അല്ലെ നിലനിർത്താനും പിന്നെ എന്താണ് ആ ഒരു വർക്ക് പ്ലേസ് മാറ്റേഴ്സ്, വർക്ക് പ്ലേസുമായി ബന്ധപ്പെടുന്ന ആ ഒരു പ്രശ്നങ്ങൾ അവർക്ക് നിയന്ത്രിക്കാനും സഹായിക്കുന്നു. The unions also apply this policy to strengthen their hold over workers and retain their powers. അല്ലെ. ഇതെന്താണ്, യൂണിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോളിസികള് ഈ നയങ്ങള് അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് അല്ലെ their hold over workers. കൂടാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു യൂണിയൻസിന്റെ പവർ അവര് നിലനിർത്തുകയും ചെയ്യുന്നു. തൊഴിലാളികളുടെ മേലുള്ള ശക്തി മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ അധികാരങ്ങള് നിലനിർത്തുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ യൂണിയൻസ്, ട്രേഡ് യൂണിയൻസിന് ഈ നയങ്ങള് അവരെന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു അല്ലെ നമ്മുടെ തൊഴിലാളികളില് പ്രയോഗിക്കുന്നു. ഓക്കെയാണോ സ്മിത? തൊഴിലാളികളെ കുറിച്ചുള്ള നമ്മുടെ എംപ്ലോയീസിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ ട്രേഡ് യൂണിയൻസ് ആണ് അല്ലെ എടുക്കുന്നത്. അവരവരുടെ പ്രശ്നങ്ങൾ ആരോടാ പറയുന്നത്? ട്രേഡ് യൂണിയൻസിനോടാണ് അല്ലെ തൊഴിലാളികൾ പറയുന്നത്. ആണോ? അപ്പൊ തൊഴിലാളികളുടെ മേലുള്ള ആ ഒരു ശക്തി മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ അധികാരങ്ങള് നിലനിർത്തുന്നതിനും നമ്മുടെ യൂണിയൻസ് ഈ നയം പ്രയോഗിക്കുന്നു. നെക്സ്റ്റ് പറയട്ടെ, ഓക്കെയാണോ? representation അല്ലെ പ്രാതിനിധ്യം, representation in collective bargaining the main participants do not represent themselves. ഈ ഒരു collective bargaining അതിലെ മെയിൻ പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യുന്നില്ല, അവരതില് റെപ്രസെന്റ് ചെയ്യുന്നില്ല, സ്വയം റെപ്രസെന്റ് ചെയ്യുന്നില്ല. they represent the claim of the workers and the management when negotiating. എന്താണ് ട്രേഡ് യൂണിയൻസ് അവകാശവാദങ്ങൾ അല്ലെ അവരെന്ത് ചെയ്യാണ്, ആ ഒരു നെഗോഷിയേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ വർക്കേഴ്സും മാനേജ്മെന്റും അവരുടെ അവകാശവാദങ്ങളാണ് അല്ലെ അവർ ഉന്നയിക്കുന്നത്. അവരുടെ തോട്ട്സുകളും അവരുടെ ഡിസിഷനുകളും അവരുടെ താല്പര്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് അല്ലെ. ആ മാനേജ്മെന്റിന്റെയും വർക്കേഴ്സിന്റെയും അവകാശവാദങ്ങള് അവിടെ തീരുമാനങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണോ ആ ഒരു നെഗോഷിയേഷന്റെ സമയത്ത് അവർ പറയുന്നത്? ആണോ?
അല്ലെ? സാലറി ഇൻക്രിമെന്റ് വേണം അല്ലെ? അതിനു വേണ്ടിയാണ് അവർ വാദിക്കുന്നത്. ഞങ്ങൾക്ക് സാലറി ഇൻക്രിമെന്റ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വർക്കിംഗ് അവേഴ്സിൽ വ്യത്യാസങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് അവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ലേ അവർ പറയുള്ളൂ ചർച്ചയുടെ സമയത്ത്. ആണോ? അല്ലേ? ഒക്കെയാണോ? അതെ അല്ലെ? അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശവാദങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇൻട്രസ്റ്റുകള്, നീഡ്സുകള്, അതൊക്കെയായിരിക്കും അല്ലെ അവർ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് collective bargaining requires that the representatives of union deal directly with the employees. അല്ലെ? എന്താണ്? ട്രേഡ് യൂണിയൻസ് റെപ്രസെന്റേറ്റീവ്സ്, നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ റെപ്രസെന്റേറ്റീവ്സിലെ പ്രതിനിധികള് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആ ഒരു എംപ്ലോയേഴ്സുമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ടാണ് അല്ലെ ഇടപെടുന്നത്, അവരെ ഡീൽ ചെയ്യുന്നത് അല്ലെ? കളക്റ്റീവ് ബാർഗൈനിങ് റിക്വയേഴ്സ്, നമുക്ക് കളക്റ്റീവ് ബാർഗൈൻ, നമ്മുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ നീഡ്സുകള് നമുക്ക് പരിഹരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാണ്? നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ റെപ്രസെന്റേറ്റീവ്സ് തൊഴിലുടമകളുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്യുന്നു അല്ലെ? ആണോ? നെക്സ്റ്റ് പറയുന്നത് the unions are authorized to bargain with employers on work related matters. എന്താണ്? നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളില് അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളില് എന്താണ്? തൊഴിലുടമകളുമായി വിലപേശാൻ, ബാർഗെയിൻ ചെയ്യാൻ എന്തുണ്ട്? നമ്മുടെ യൂണിയനുകൾക്ക് അല്ലെ, ട്രേഡ് യൂണിയനുകൾക്ക് അധികാരമുണ്ട്. ഓക്കെയാണോ? ഒക്കെയാണോ? അതിൽ പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ സമയത്ത് നമ്മുടെ മെയിൻ പാർട്ടിസിപ്പൻസ് എന്താണ്? നേരിട്ട് അല്ലെ, ഡു നോട്ട് റെപ്രസെന്റ് ദംസെൽഫ്, നേരിട്ട് അവര് മെയിൻ പാർട്ടിസിപ്പൻസ് ആവുന്നില്ല അല്ലെ, പങ്കെടുക്കുന്നില്ല. അതിലെന്താണ് ചെയ്യുന്നത്? നമ്മുടെ വർക്കേഴ്സും മാനേജ്മെന്റും ആ ഒരു നെഗോഷിയേഷന്റെ സമയത്ത് അവരുടെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ ഉന്നയിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ് എപ്പോഴൊക്കെ ആവശ്യമായി വരുന്നുണ്ടോ അല്ലെ, നമ്മുടെ തൊഴിലാളികളെ നീഡ്സുകള്, ഇൻട്രസ്റ്റുകള്, അവരുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് എപ്പോഴൊക്കെ നമുക്ക് കളക്റ്റീവ് ബാർഗെയിനിങ് ആവശ്യമായി വരുന്നു, റിക്വയേഴ്സ് ആയി വരുന്നു, അപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ തൊഴിലുടമകളുമായി, എംപ്ലോയേഴ്സുമായിട്ട് നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ റെപ്രസെന്റേറ്റീവ്സ്, പ്രതിനിധികള് നേരിട്ട് അവരുമായി ചർച്ചകൾ നടത്തുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് വർക്ക് റിലേറ്റഡ് മേറ്റേഴ്സ് അല്ലെ, എന്താണ്? നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങള് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? നമ്മുടെ ട്രേഡ് യൂണിയൻസിന് അധികാരമുണ്ട്. തൊഴിലുടമകളുമായി വിലപേശൽ നടത്താൻ നമ്മുടെ ട്രേഡ് യൂണിയൻസിന് അധികാരമുണ്ട്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് കളക്റ്റീവ് ബാർഗെയിനിങ് ഇസ് എ ബൈ പാർട്ടീസ് പ്രോസസ് അല്ലെ. എന്താണ്? കളക്റ്റീവ് ബാർഗെയിനിങ്ങില് നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസ് മാത്രം മതിയോ? പോരാ അല്ലെ? മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അല്ലെ, എംപ്ലോയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ആളുകൾ വേണ്ടേ? എംപ്ലോയേഴ്സും വേണ്ടേ? അപ്പൊ എന്താണ്? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് ബൈ പാർട്ടീസ് പ്രോസസ് ആണ്. ദാറ്റ് ഈസ് there is no interference of any third party. അതിലെന്താണ്? ഒരു തേർഡ് പാർട്ടീസ് അല്ലെ, മൂന്നാമതൊരാൾ ഇടപെടുന്നുണ്ടോ? അവര് രണ്ടുപേരും തമ്മിലാണ് അല്ലെ ചർച്ചകൾ നടത്തുന്നത്. there is no interference of any third party. അതില് മൂന്നാമതൊരാളുടെ ഇടപെടൽ നടക്കുന്നില്ല. all the decisions are taken by employers and employees by negotiating face to face with each other. എന്താണ്? അവര് തമ്മിലുള്ള ആ ഒരു മുഖാമുഖം അല്ലെ, ഫേസ് ടു ഫേസ് ഉള്ള ആ ഒരു ചർച്ചകളിലൂടെയാണ് അവരെന്തിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക്
എത്തിച്ചേരുന്നത്. ഓക്കെയാണോ? അതുകൊണ്ട് തന്നെ അതെന്താണ്? ബൈ പാർട്ടീസ് പ്രോസസ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് റൂൾ മേക്കിംഗ് അല്ലേ? എന്താണ്? നിയമനിർമ്മാണം. Rule making, that is reaching an agreement by specifying rules pertaining to employment relationship is the purpose of collective bargaining. എന്താണ്? നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്? തൊഴിൽ എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പ് അല്ലെ? തൊഴിൽ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ വ്യക്തമാക്കി ഒരു കരാറിലെത്തുക എന്നുള്ളതാണ് ആ ഒരു കൂട്ടായ വിലപേശലിന്റെ പർപ്പസ് അല്ലെ? ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കളക്റ്റീവ് ബാർഗെയിനിങ് നടത്തുന്നത്? ആ ഒരു തൊഴിൽപരമായിട്ടുള്ള ഒരു കാര്യം തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണോ? ആണോ? അല്ലേ? നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കളക്റ്റീവ് ബാർഗെയിനിങ് എത്തിച്ചേരുന്നത്? ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അല്ലേ? അപ്പൊ അതെന്താണ്? റൂൾ മേക്കിംഗ് ആണ് അല്ലെ? എന്താണ്? ആ തൊഴിൽ ബന്ധങ്ങളുമായി അല്ലെ? എന്താണ്? എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ്? നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഇൻക്രിമെന്റ് വേജസ് അല്ലെ? അല്ലെങ്കിൽ എന്താണ്? അവർക്ക് ബെനിഫിറ്റ്സുകൾ ലഭിക്കുക, അല്ലെങ്കിൽ ഡ്യൂട്ടി അവേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക അല്ലെ? അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക അല്ലെ? അപ്പൊ ആ ഒരു തൊഴിൽ ബന്ധങ്ങളുമായിട്ട് തൊഴിൽപരമായിട്ടുള്ള ആ വിവരങ്ങൾ നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്റെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് റൂൾ മേക്കിംഗ് protect interest. It is a tool and procedure to protect the interest of workers. ഇതെന്താണ്? നമ്മുടെ വർക്കേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ടൂളും ഒരു നടപടിക്രമവുമാണ് എന്താണ്? കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഫോർ ഡിസ്കഷൻ ആൻഡ് നെഗോഷിയേഷൻസ് ബിറ്റ്വീൻ ദ പാർട്ടീസ് this institution or instrument is used widely in industrial organizations. അല്ലെ? എന്താണ്? നമ്മുടെ രണ്ട് പാർട്ടികളും തമ്മിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ നെഗോഷിയേഷൻ ഒക്കെ നടത്തി അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷനിൽ ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനെ അവർ ഇൻസ്ട്രുമെന്റ് ആയിട്ടൊക്കെ ഒരു ടൂൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഇന്റഗ്രൽ പാർട്ട്. It is an integral part of the industrial society as it is a technique which makes an effort to reconcile the needs and objectives of workers and employers. അല്ലെ? എന്താണ്? നമ്മുടെ തൊഴിലാളികളുടെയും അല്ലെ എംപ്ലോയീസ് വർക്കേഴ്സിന്റെയും തൊഴിലുടമകളുടെയും ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും അനുരഞ്ജിപ്പിക്കാൻ അല്ലെ? അത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാങ്കേതികത ആയതിനാല് ഇത് വ്യവസായിക ബന്ധത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് അല്ലെ? ഇന്റഗ്രൽ പാർട്ടാണ്. നമുക്ക് ഈ കളക്റ്റീവ് ബാർഗെയിനിങ് ഇല്ലാതെ ഒരു ഇൻഡസ്ട്രിയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ അല്ലെ? അവിടെ എന്ത് വേണം? ആ ഒരു തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിന് വേണ്ടി അല്ലെ? പരസ്പരം അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒക്കെ എന്ത് വേണം? ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് അവിടെ നടപ്പിലാക്കണോ? ചർച്ചകൾ നടത്തണം, ഡിസ്കഷൻസ് നടത്തണം, അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് തുറന്നു പറയാൻ സാധിക്കണം അല്ലെ? എംപ്ലോയേഴ്സിനും ആണോ? അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഒരു അവിഭാജ്യ ഘടകം ഇന്റഗ്രൽ പാർട്ടാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെയാണോ?
എല്ലാവരും ഓക്കെ ആണോ? നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അല്ലെ? സ്മിതയും സലയും ഉള്ളൂ അല്ലെ? മറ്റെല്ലാവരും കേറിയിട്ട് പോയോ? ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? എന്തായി നമ്മുടെ ക്ലാസ് ഒക്കെ കഴിയാറായപ്പ എന്താണ് ആരും ക്ലാസ്സിൽ കയറാത്തേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് എടുക്കട്ടെ. അത് സിമ്പിൾ ആണ് കേട്ടോ. Objectives of collective bargaining. Objectives of collective bargaining are as follows. എന്താണ് നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് താഴെ പറയുന്നു അല്ലെ? ലക്ഷ്യങ്ങള് താഴെ പറയുന്നു. To give opportunity to workers to participate. എന്താണ് നമ്മുടെ തൊഴിലാളികൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെ ഒരു അവസരം നൽകുന്നു. In the absence of collective bargaining, the workers were unable to participate in the program and express their views in front of the management. അല്ലെ ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ആബ്സെൻസില് അഭാവത്തില് എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മുടെ വർക്കേഴ്സിന് അവരുടെ കാഴ്ചപ്പാടുകള് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങള് എന്താണ് നമ്മുടെ മാനേജ്മെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെ? ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെയാണ് അല്ലെ അവരുടെ വ്യൂ പോയിന്റ്സുകള് അവരുടെ കാഴ്ചപ്പാടുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ്മെന്റിനെ അറിയിക്കുന്നത് അല്ലെ? അപ്പൊ ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ അഭാവത്തില് നമ്മുടെ വർക്കേഴ്സിന് നമ്മുടെ ജോലിക്കാർക്ക് തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യങ്ങള് പ്രോഗ്രാംസ് അവർക്ക് വേണ്ട പ്രവർത്തനങ്ങള് അവരുടെ കാഴ്ചപ്പാടുകള് നമ്മുടെ മാനേജ്മെന്റിനോട് അവതരിപ്പിക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നില്ല. It has provided them an opportunity where they can give valuable suggestions about what can contribute towards programs. അപ്പൊ ജോലിയെ കുറിച്ചുള്ള വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകാനും പ്രോഗ്രാമിലേക്ക് അല്ലെ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് എന്താണ് നമ്മുടെ എംപ്ലോയേഴ്സിന് സംഭാവന നൽകാനുള്ള അവസരം ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് നമ്മുടെ വർക്കേഴ്സിന് നൽകുന്നു. ഓക്കെയാണോ? നമ്മുടെ മാനേജ്മെന്റിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറുടെ അടുത്ത് അവരുടെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ വർക്കേഴ്സിന്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിലയേറിയ നിർദ്ദേശങ്ങളും അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അഡ്വൈസുകൾ അല്ലെ അഭിപ്രായങ്ങളും ഒക്കെ എന്താണ് സംഭാവന നൽകാൻ നമ്മുടെ മാനേജ്മെന്റിനോട് പറയാനുള്ള ഒരു അവസരമാണ് ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് നൽകുന്നത്. The workers' suggestions may prove to be very useful for the organization as they are real aware of the real picture of the working conditions. എന്താണ് നമ്മുടെ വർക്കേഴ്സിന് ആ ഒരു ഓർഗനൈസേഷന് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള അഭിപ്രായങ്ങൾ സജഷൻസ് കൊടുക്കാൻ സാധിക്കില്ലേ? എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഒരു വർക്കിംഗ് കണ്ടീഷനെ കുറിച്ച് ഒരു റിയൽ പിക്ചർ ഉണ്ട് അല്ലെ? എന്താണ് ശരിയായിട്ടുള്ള ഒരു ധാരണയുണ്ട് അല്ലെ? അവരെവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അവർ ഏതൊക്കെ തരത്തിലാണ് ജോലികൾ ചെയ്യുന്നത് എന്നുള്ളൊരു ശരിയായ ധാരണ നമ്മുടെ വർക്കേഴ്സിനുണ്ടോ? ഉണ്ടോ? നമ്മൾ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആ വർക്ക് മാനേജ്മെന്റിലും കൂടുതൽ ഐഡിയാസ് ആർക്കാണ് ഉണ്ടാവുന്നത്? എംപ്ലോയീസിനാണ് അല്ലെ? നമ്മൾ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട് അല്ലെ? അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ആർക്കാ അറിയാൻ പറ്റുന്നത്? വർക്കേഴ്സിനാണോ? വർക്കേഴ്സിനാണോ? ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒരു മാനുഫാക്ചറിങ് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക അല്ലെ അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ പ്രൊഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് മാനേജേഴ്സിനെക്കാളും കൂടുതൽ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ആർക്കാ സാധിക്കുന്നത്? എംപ്ലോയേഴ്സിനാണോ? പ്രൊഡക്ഷൻ ചെയ്യുന്ന ആളുകൾക്കാണോ? ആണോ? മനസ്സിലായില്ല സ്മിത, സലാം, മനസ്സിലായോ? മനസ്സിലായില്ല?
സ്മിതക്ക് മനസ്സിലായി. ഇപ്പൊ ഒരു എന്തെങ്കിലും ഇപ്പൊ ബാഗ് നിർമ്മിക്കുന്ന ഒരു കമ്പനി, അപ്പൊ ഇവിടെ ഒരു ദിവസം ഒരു 50 ബാഗാണ് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്, മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ആ ഒരു 50 ബാഗ് എന്നുള്ളത് അവിടെ ഒരു ദിവസം 100 ബാഗിലേക്ക് അല്ലെങ്കിൽ 70 ബാഗിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആർക്കാണ് കൂടുതൽ പറയാൻ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത്? അത് ഉണ്ടാക്കുന്ന ആളുകൾക്കല്ലേ? മാനേജേഴ്സിനേക്കാളും കൂടുതൽ ഉണ്ടാക്കുന്ന ആളുകൾക്കല്ലേ? അതാ പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് നമ്മുടെ വർക്കേഴ്സ് കൊടുക്കുന്ന സജഷൻസ് അല്ലെ, നിർദ്ദേശങ്ങൾ എന്തായിരിക്കും? നമ്മുടെ ഓർഗനൈസേഷന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എംപ്ലോയേഴ്സിന് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ ഒരു വർക്കിംഗ് കണ്ടീഷനെ കുറിച്ച് മാനേജേഴ്സിന് കൂടുതൽ ഒരു റിയൽ പിക്ചർ അല്ലെ, എന്താണ് ശരിയായ ഒരു ധാരണ ആർക്കാണുള്ളത്? നമ്മുടെ വർക്കേഴ്സിനാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് അതന്നെ, നെക്സ്റ്റും പറയുന്നത് നോക്കിയേ. They also have good knowledge about their work and the real picture of the working conditions. എന്താണ് അവർക്ക് ആ ഒരു വർക്കിങ്ങിനെ കുറിച്ച്, ആ ഒരു ജോലിയെ കുറിച്ച് അവർക്ക് ശരിയായിട്ടുള്ള ഒരു ഗുഡ് നോളജ് ഉണ്ട്. കൂടാതെ ആ ഒരു തൊഴിൽ സാഹചര്യത്തെ കുറിച്ച് അവർക്ക് എന്താണ് ഒരു റിയൽ പിക്ചർ ഉണ്ട് അല്ലെ, ശരിയായ ഒരു ഇമേജ് പിക്ചറും ഉണ്ട്. They also have good knowledge about their work and the manner it is to be done അല്ലെ. കൂടാതെ അവർക്ക് എന്താണ് ആ ഒരു വർക്കിനെ, അവരുടെ വർക്കിനെ കൂടി അബൌട്ട് ദെയർ വർക്ക്, അവരുടെ വർക്കിനെ കുറിച്ച് അവർക്ക് ഒരു ശരിയായ ഗുഡ് നോളജും നല്ല ഒരു അറിവും, കൂടാതെ ആ ഒരു വർക്ക് ശരിയായ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്ക് തന്നെ അറിയാൻ സാധിക്കും അല്ലെ. എംപ്ലോയേഴ്സിന് തന്നെ എംപ്ലോയീസിന് തന്നെ അറിയാൻ സാധിക്കുന്നു. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഹെൽപ്സ് ഓർഗനൈസേഷൻ ഇൻ ടേക്കിംഗ് റൈറ്റ് ആൻഡ് ഇൻഫോർമഡ് ഡിസിഷൻസ് അല്ലെ. എന്താണ് നമ്മുടെ വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻസ് നമ്മുടെ ഓർഗനൈസേഷനിലെ ശരിയായ തീരുമാനം എടുക്കാൻ അവരെ സഹായിക്കുന്നു. ഓക്കെയാണോ? തീരുമാനമെടുക്കാനും അത് ഇൻഫോം ചെയ്യാനും നമ്മുടെ ഓർഗനൈസേഷനെ സഹായിക്കുന്നു. ഓക്കെ ആണോ? രണ്ടുപേർക്ക് ഓക്കെ ആണോ? സലാം ഓക്കെ ആണോ? നിങ്ങൾ രണ്ടുപേരും ഉള്ളൂ, അതുകൊണ്ടാണ് തോമസ് ചോദിക്കുന്നത്. ഓക്കെ ആണ്? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ്, ടു ഇംപ്രൂവ് മാനേജ്മെന്റ് വർക്കേഴ്സ് റിലേഷൻഷിപ്പ് അല്ലെ. എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാനേജ്മെന്റിന്റെയും വർക്കേഴ്സിന്റെയും ഇടയിലുള്ള ഒരു ബന്ധം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടോ? മാനേജ്മെന്റ് വർക്കേഴ്സ് റിലേഷൻഷിപ്പ് ഈസ് strengthened by collective bargaining. എന്താണ് നമ്മുടെ കളക്റ്റീവ് കൂട്ടായ വിലപേശലിലൂടെ നമ്മുടെ മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബന്ധം സ്ട്രെങ്തൻ ചെയ്യാൻ സഹായിക്കുന്നു. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ് അല്ലെ. നമ്മുടെ മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലുള്ള ആ ഒരു മുഖാമുഖമുള്ള ഇന്ററാക്ഷൻസിലൂടെ അല്ലെ, ആശയങ്ങൾ കൈമാറുന്നതിലൂടെ എന്താണ് അവർ തമ്മിലുള്ള ആ ഒരു ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ അല്ലെ, മാറ്റാനായി സാധിക്കുന്നു. ഓക്കെയാണോ? അവർക്ക് എന്താണ് പരസ്പരം മുഖാമുഖം ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് എന്തു അറിയാം? നമ്മുടെ മാനേജ്മെന്റിന്റെ അടുത്ത് നേരിട്ട് പറയാം അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് അവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് അല്ലെ, അവരുടെ ആശയവിനിമയം നടത്തുന്നതിനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് there is a better understanding of each other's views and recommendation leading to greater cooperation. എന്താണ് അവർക്ക് ഈ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ അവർക്ക് പരസ്പരം അവരുടെ കാഴ്ചപ്പാടുകള്, അവരുടെ റെക്കമെൻഡേഷൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാല് അവർക്കിടയിൽ എന്ത് വരാണ്? ഒരു കോപ്പറേഷൻ വരാണ് അല്ലെ, സഹകരണം വരാണ് അല്ലെ. പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാല്
അവരുടെ വീക്ക്നെസ്സും അവരുടെ സ്ട്രെങ്ത്തുകളും അല്ലെ എല്ലാം മനസ്സിലാക്കി അവർക്കിടയിൽ ഒരു കോപ്പറേഷൻ കൊണ്ടുവരാനായി ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് സഹായിക്കുന്നു. There is less doubt and suspicion on each other as workers know the position of the management and vice versa. അല്ലെ അവർക്ക് പരസ്പരമുള്ള ആ ഒരു എന്താണ് സംശയങ്ങളും ഡൗട്ട്സുകളൊക്കെ മാറ്റാനും എന്താണ് നമ്മുടെ വർക്കേഴ്സിന് മാനേജ്മെന്റിന്റെ ആ ഒരു പൊസിഷൻ മനസ്സിലാക്കാനും അതേപോലെ തന്നെ മാനേജ്മെന്റിന് നമ്മുടെ എംപ്ലോയീസിനോടുള്ള അല്ലെ നമ്മുടെ തൊഴിലാളികളോടുള്ള ആ ഒരു സംശയങ്ങള് അവർക്ക് ക്ലിയർ ചെയ്യാനും മാറ്റാനും അവരുമായിട്ട് എന്താണ് അവരുടെ പൊസിഷൻ മനസ്സിലാക്കാനും ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ സഹായിക്കുന്നു. നെക്സ്റ്റ് ബോത്ത് വിൽ നോ ദ പ്രിസൈസ് റീസൺ ഫോർ ദെയർ ഡിഫറൻസ് ഒപ്പീനിയൻസ് അല്ലെ എന്താണ് രണ്ടുപേർക്കും ഒരേപോലെയുള്ള അഭിപ്രായങ്ങളാണോ ഒപ്പീനിയൻസ് ആണോ മാനേജ്മെന്റിനും എംപ്ലോയീസിനും അല്ല അല്ലെ അപ്പൊ അവർക്കിടയിലുള്ള ആ ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് ഒപ്പീനിയൻസിന്റെ റീസൺ എന്താണ് അല്ലെ വ്യക്തമായിട്ടുള്ള റീസൺ എന്താണ് എന്ന് രണ്ട് പാർട്ടികൾക്കും മനസ്സിലാക്കാനും അറിയാനും ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ സഹായിക്കുന്നു. ഓക്കെയാണോ? സിമ്പിൾ അല്ലേ? നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് to resolve industrial disputes. This process involves the joint effort of both workers and the management or solve differences. Hence, it can be effective method to solve industrial disputes. എന്താണ് ഈ പ്രോസസ്സിൽ കളക്റ്റീവ് ബാർഗൈനിങ്ങില് രണ്ട് പാർട്ടീസും ഒരുപോലെ അവരുടെ എഫേർട്ട് എടുത്ത് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ അവരെ ആ ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളോട് കൂടി അല്ലെ അവരുടെ കാഴ്ചപ്പാടുകളോട് കൂടിയിട്ട് എന്താണ് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ നിൽക്കുന്നില്ലേ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സുകൾ അല്ലെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആ ഒരു തർക്കങ്ങള് അവർക്ക് എഫക്റ്റീവായ രീതിയിൽ അല്ലെ എഫക്റ്റീവ് മെത്തേഡുകളിലൂടെ അവർക്ക് റിസോൾവ് ചെയ്യാനും അല്ലെ പരിഹരിക്കാനും സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് both parties get to know each other clearly because of collective bargaining. എന്താണ് രണ്ട് പാർട്ടികൾക്കും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നു വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. Each and every problem is discussed in detail and the solution are reached accordingly. എന്താണ് അവര് പരസ്പരം അവരുടെ പ്രശ്നങ്ങൾ മാനേജ്മെന്റും എംപ്ലോയീസും അവരുടെ ഇടയിലുള്ള ആ ഒരു പ്രശ്നങ്ങള് ഡിസ്കസ് ചെയ്യുകയും ചർച്ച ഡീറ്റെയിൽ ആയിട്ട് അല്ലെ എന്താണ് ചർച്ചകൾ നടത്തുകയും അവരെന്ത് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഓക്കെയാണോ? അവർക്കിടയിലുള്ള പ്രശ്നങ്ങള് മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങള് പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ടു കൂട്ടരും ഒരുപോലെ എഫേർട്ട് എടുത്ത് അതിൽ ഉൾപ്പെടുന്നു അല്ലെ ഇൻവോൾവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഡസ്ട്രിയലിലെ ഡിസ്പ്യൂട്ട്സുകള് അവർക്ക് എന്താണ് ശരിയായ രീതിയിൽ എഫക്റ്റീവ് കാര്യക്ഷമമായ രീതിയിൽ അവർക്ക് പരിഹരിക്കാൻ സാധിക്കുന്നു. കൂടാതെ കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ രണ്ടുപേർക്കും പരസ്പരം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടാതെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പരസ്പരം ചർച്ചകൾ നടത്താനും അതിനനുസരിച്ചുള്ള പരിഹാരത്തിലേക്ക് എത്തിച്ചേരാനും സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ടു ഗിവ് ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ് അല്ലെ എന്താണ് നമ്മുടെ എംപ്ലോയീസിന് ബെനിഫിറ്റ്സുകൾ നൽകുക അല്ലെ. ആൻഡ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കളക്റ്റീവ് ബാർഗൈനിങ് ഈസ് ടു ഡിസ്കസ് വേരിയസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് വിത്ത് വിച്ച് എംപ്ലോയീസ് ആർ കൺസേൺഡ് അല്ലെ. എന്താണ് നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ അവരുടെ വിവിധ വിവിധ ആനുകൂല്യങ്ങളെ കുറിച്ച് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് നമ്മൾ ഫസ്റ്റ് പഠിച്ചു അല്ലെ ഓർമ്മയുണ്ടോ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പഠിച്ചു അല്ലെ ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളെ കുറിച്ച് എന്ത് ചെയ്യുക എന്നുള്ളതാണ്
ചർച്ച നടത്തുക എന്നുള്ളതാണ്. ഓക്കെയാണോ? നമ്മുടെ കളക്റ്റീവ് അതിന് വേണ്ടിയിട്ടാണ് അല്ലെ മിക്ക സ്ഥലങ്ങളിൽ കളക്റ്റീവ് ബാർഗൈനിങ് നടത്തുന്നത്. വേജസ് ഇൻക്രിമെന്റ് ചെയ്യുക, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബെനിഫിറ്റ്സുകൾ നൽകുക അല്ലെ ആണോ? അപ്പൊ ആ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസിന്റെ ആശങ്കയുള്ള വിവിധ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളെ കുറിച്ച് ചർച്ച നടത്തുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് നമ്മ പറഞ്ഞ കുറെ ബെനിഫിറ്റ്സുകൾ. സം ഓഫ് ദീസ് ബെനിഫിറ്റ്സ് ആർ പെയ്ഡ് ടൈം ഓഫ് അല്ലെ, ടൈം ഓഫ് വെക്കേഷന്റെ സമയത്ത് കിട്ടുന്ന നമ്മുടെ ബെനിഫിറ്റ്സുകൾ, നമ്മുടെ ലീവ് സാലറി ഒക്കെ കിട്ടും അല്ലെ. ഇൽനെസ്സുമായി ബന്ധപ്പെട്ട് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ, റിട്ടയർമെന്റ് ഫണ്ടുകള്, ബേസിക് ഹെൽത്ത് കെയർ ആൻഡ് എക്സ്പാൻഡഡ് ഹെൽത്ത് കെയർ ആൻഡ് എക്സ്പാൻഡഡ് ഹെൽത്ത് കെയർ പെർക്സ് അല്ലെ. എന്താണ് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം അങ്ങനെയുള്ള കിട്ടുന്ന ആ ഒരു ബേസിക് ഹെൽത്ത് കെയർ ആൻഡ് എക്സ്പാൻഡഡ് ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സുകള്. ഓക്കെയാണോ? അപ്പൊ ഇങ്ങനെയുള്ള വേരിയസ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കളക്റ്റീവ് ബാർഗൈനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് മിസ് എടുത്ത ഭാഗം ഓക്കെയാണോ? അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.